ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാവട്ടെ. ഹലോ, നമസ്കാരം. ഞാൻ രമേഷ് പി നായർ, മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്കടുത്ത് മഞ്ഞപ്ര എന്ന ലൊക്കേഷനിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. എറണാകുളം ജില്ലയിൽ അങ്കമാലിക്ക് തൊട്ടടുത്ത് മഞ്ഞപ്ര ടൗണിന് വളരെ അടുത്തായി വെറും 500 മീറ്റർ മാത്രമാണ് മഞ്ഞപ്ര ടൗണിൽ നിന്നുള്ള ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം. 18 സെൻറ്റ് സ്ഥലത്ത് 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള കേവലം 10 വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മഞ്ഞപ്ര ടൗണിൽ നിന്നും തവളപ്പാറയിലേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ടാണിത്. നല്ല വീതിയുള്ള ഒരു ടാറിംഗ് റോഡിനു ഫ്രണ്ടിലായിട്ടാണ് PWD റോഡിൻ്റെ മുൻഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 18 സെൻറ്റ് സ്ഥലവും 2250 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളോട് കൂടിയ ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത്. താമസത്തിനും കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. ഈ വീടിന് നല്ലൊരു ചുറ്റുമതിലാണ് കൊടുത്തിട്ടുള്ളത്. മുൻഭാഗത്തായി 2 ഫോൾഡിംഗ് ഗേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഒരു മുറ്റം നമുക്കിവിടെ കിട്ടുന്നു. ഈ വീട്ടിൽ ഇപ്പോൾ താമസക്കാരാരുമില്ലാത്തതിനാൽ മുറ്റമെല്ലാം ഇലകൾ വീണ് കുറച്ച് ക്ലീനിങ് ബാക്കി അവശേഷിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മുറ്റത്ത് 3-4 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഏതൊരു വലിയ വാഹനത്തിനും പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
വീടിൻ്റെ മുൻഭാഗത്തായി മാർബിൾ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വീടിൻ്റെ വുഡ് വർക്കുകളെല്ലാം തന്നെ തേക്കിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. മനോഹരമായ വിൻഡോസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മുൻഭാഗത്തായി. അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ മുൻഭാഗത്തായി 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിംഗ് എല്ലാം തന്നെ ലിവിങ് ഏരിയയിലും സിറ്റ് ഔട്ടിലും മാർബിളാണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെയാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ ടൈലുകളാണ് ഫ്ലോറിങ്ങിൽ വിരിച്ചിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് സ്പേസിൽ നിന്നും നമ്മൾ പോകുന്നത് ഒരു ബെഡ്റൂമിലേക്കാണ്. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ്. ഈ ബെഡ്റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കീ ഇപ്പോൾ അവൈലബിൾ അല്ല. ഇനി നമുക്ക് ഈ വീടിൻ്റെ മനോഹരമായ ഒരു കിച്ചൺ ഒന്ന് കാണാം. വളരെ വിശാലമായ ഒരു കിച്ചണാണ് ഇവിടെ കിട്ടുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ളതും മുകളിൽ ക്രോക്കറി ഷെൽഫുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. താഴെ കബോർഡ് വർക്കുകൾ ചെയ്ത് വളരെ നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിലെല്ലാം ടൈലുകൾ വിരിച്ചതും വുഡ് വർക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഹാൻഡ് റെയിലുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ നല്ല ഒരു സ്റ്റെയർ കേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലേക്ക് കടന്നു വന്നാൽ വിശാലമായ ഒരു അപ്പർ ലിവിങ് ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയും വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ബാൽക്കണിയിലേക്കാണ്. ചാര് ബെഞ്ചും മറ്റും കൊടുത്ത് വളരെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് മുൻഭാഗത്തേക്ക് കിട്ടുന്നത്. നമ്മുടെ വീടിൻ്റെ മുറ്റവും റോഡും മറ്റു വീടുകളും പ്രകൃതിയും എല്ലാം ആസ്വദിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ബാൽക്കണി നിർമ്മിച്ചിട്ടുള്ളത്. ഇനി അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു ഓപ്പൺ ടെറസിലേക്കാണ് മറ്റൊരു എൻട്രി കൊടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു ഓപ്പൺ ടെറസാണ് ഇവിടെ കിട്ടുന്നത്. കവേർഡ് ചെയ്തിട്ടുണ്ട്. ഒരു യൂട്ടിലിറ്റി ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. വളരെ വലുപ്പമുള്ള ഒരു ഓപ്പൺ ടെറസാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീട് വാങ്ങുന്നതിന് 2 ഓപ്ഷനുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. 18 സെൻറ്റും 2250 സ്ക്വയർ ഫീറ്റും 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇതാണ്. 10 സെൻറ്റും 2250 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയ ഈ വീട്. 18 സെൻറ്റും ഈ വീടുമാണെങ്കിൽ ഉടമ ചോദിക്കുന്ന വില 1,05,00,000 രൂപയാണ്. 10 സെൻറ്റും ഈ വീടുമാണെങ്കിൽ ഉടമ ചോദിക്കുന്ന വില 80 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിന് മുന്നിലായിട്ടാണ്. കൊമേഴ്ഷ്യൽ പർപ്പസിനും റെസിഡൻഷ്യലിനും വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇത്. വിശുദ്ധ തോമസ് ലീഗയുടെ കാൽപാദങ്ങൾ പതിച്ച മലയാറ്റൂരിൽ നിന്ന് വെറും 6 കിലോമീറ്ററും ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി എന്ന ലൊക്കേഷനിൽ നിന്ന് വെറും 6 കിലോമീറ്ററും അങ്കമാലി ടൗണിലേക്ക് 8 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിൻ്റെ വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും ഏകദേശം 1 കിലോമീറ്ററിനുള്ളിലാണ് സെൻറ്റ് പാട്രിക്സ് ICIC സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്.
ഈ പ്രോപ്പർട്ടിയുടെ 4-5 കിലോമീറ്ററിനുള്ളിൽ പ്രമുഖ 4-5 സ്കൂളുകളാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ഉടമയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ്. ഇതൊരു വിൽപ്പനയ്ക്കു വേണ്ടി പണിത ഒരു വീടല്ല. ഈ വീടിൻ്റെ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഉടമ പണി കഴിപ്പിച്ചിട്ടുള്ളത്. പ്രവാസികൾക്കും നാട്ടിലുള്ളവർക്കും താമസത്തിനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും വളരെ അനുയോജ്യമായ ഒരു വീട് കൂടിയാണ് ഇത്. ടൗണിന് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നതെങ്കിലും നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ നല്ല അയൽക്കാരോടൊപ്പമുള്ള ഒരു സൗഹൃദമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. സിറ്റി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇത്. നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ പ്രോപ്പർട്ടി വാങ്ങുന്നതിനും മറ്റ് പ്രോപ്പർട്ടികളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ ആഡ് കൊടുക്കുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ തീർച്ചയായും വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLXിലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.